ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നീനൂസ് വ്ളോഗ്സ്. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടി അമർത്തുക. ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ബീട്രൂട്ട് അച്ചാറാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. ഇതിനായി ഞാനിവിടെ ഒരു വലിയ ബീട്രൂട്ടും ഒരു ക്യാരറ്റും എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ഇതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിലേക്ക് ഏകദേശം 1 കപ്പ് വിനാഗിരി ചേർത്ത് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. നല്ലവണ്ണം വെന്തടിയണമെന്നൊന്നും ഇല്ല, ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കുക. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം. ഒരു 10 മിനിറ്റോളം വേവിച്ചാൽ മതിയാകും. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതിനായി ഏകദേശം 250 ഗ്രാമോളം ഈത്തപ്പഴം കുരു കളഞ്ഞ് ഒരു അരമണിക്കൂർ വിനാഗിരിയിൽ കുതിർത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീട്രൂട്ടും ക്യാരറ്റും കുതിർത്ത് വെച്ച ഈത്തപ്പഴവും ഏകദേശം 3 ടേബിൾ സ്പൂണോളം അച്ചാർ പൊടിയും ചേർത്ത് കൊടുത്ത് നന്നായി പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ഇതാ ഈ ഒരു പരുവത്തിൽ വേണം നന്നായി അരച്ചെടുക്കാൻ. അതിനുശേഷം ഞാനിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. കൂടെ ഒരല്പം വിനാഗിരി കൂടി ആ ജാറിലേക്ക് ഒഴിച്ച് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുകയാണ്. അതിനുശേഷം ഇതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക. ഇത് കട്ടി കൂടുതലായിട്ട് ഇപ്പം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വിനാഗിരി കൂടി ചേർത്ത് കൊടുത്ത് അതിൻ്റെ കട്ടിയുടെ പരുവം ലൂസാക്കി കൊടുക്കാവുന്നതാണ്. ഇതിൽ വെള്ളം ഒട്ടും ഉപയോഗിക്കാൻ പാടില്ല. വെള്ളം ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ അച്ചാർ കേടായിപ്പോവും. അതുകൊണ്ടാണ് വിനാഗിരി തന്നെ ഒഴിച്ചു കൊടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് അച്ചാർ ഇവിടെ റെഡിയായിരിക്കുകയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക. താങ്ക്